വെറുതെ സമയം മെനക്കെടുത്തടി. അതിനകത്ത് ഒരു പിണ്ണാക്കുമില്ല. ജയപാലിനെതിരെയുള്ള തെളിവല്ലേ മോളെ, അത് ഭസ്മമായി പോവും. ഉഗ്രമൂർത്തിയോടാ നിന്റെ കളിയെന്ന് കരുതിക്കോ. പിന്നെ നീ പരമരഹസ്യമായിട്ട് സൂക്ഷിച്ച ആ 2 സാക്ഷികളുണ്ടല്ലോ, ഒന്നെന്റെ ജോലിക്കാരൻ ശിവരാമനും പിന്നെ ബാങ്ക് മാനേജർ ജേക്കബും. 2നും പണി കിട്ടി. അയ്യോ ഞാനല്ല, ആ ഉഗ്രമൂർത്തിയെ പണി കൊടുത്തത്. ശിവരാമൻ മൊഴി തരാൻ സ്റ്റേഷനിലേക്ക് ഇറങ്ങാൻ പോയതാ. അയാളുടെ ഭാര്യ പിടിച്ച് റൂമിൽ കിട്ടി പൂട്ടിക്കളഞ്ഞു. എന്നിട്ട് ആ മൊബൈൽ വെച്ച് സ്വിച്ച് ഓഫ് ചെയ്തങ്ങ് വെച്ച്. 500-ന് 2 നോട്ട് കണ്ടാലേ ഭാരതി ഗാന്ധി മാർഗമൊക്കെ മറക്കുമെന്ന് നിനക്കറിയാലേ. പിന്നെ ബാങ്ക് മാനേജർ ജേക്കബ്, അയാൾ ബൈക്കുമായിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയതേ ഉള്ളൂ. വേറൊരു ബൈക്ക് ഇങ്ങോട്ട് വന്നിട്ട് അയാളെ തട്ടേ കിട്ടും. തൂക്കിയെടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടുണ്ട്. എന്താ ഏതാ പരുവെന്നും അറിയാൻ പാടില്ല. ജേക്കബിനി മൊഴി തരാൻ ഇങ്ങോട്ട് വരുവോ അതോ ഇനി വിസ അഴിച്ച് ചിത്രഗുപ്തന്റെ അടുത്തേക്ക് പോവോ, എല്ലാം ഭഗവാൻ അറിയാം. ജയപാല മോളെ, നിനക്ക് എത്തിയാൽ പിടിക്കാൻ പറ്റുന്ന അപ്പുറത്താ. ആ തോട്ടത്തിന്റെ കാര്യം നീ അങ്ങ് മറന്നേക്ക്. അതാ നിനക്ക് നല്ലത് കേട്ടാ. നീ വരുന്നടാ. ബൈക്കുണ്ട്. ആ ഡാ, ഇവിടെ കിടന്ന് അതിന് ചുറ്റിത്തിരിയാതെ വീട്ടിൽ പോകാൻ നോക്ക്. ഓ, വല വീശി പിടിക്കാനായിട്ട് ആള് റെഡിയായിട്ട് ഇരിക്കുക. അച്ഛാ, ഞാൻ നിവിന്റെ കൂടെ വരട്ടെ. എനിക്ക് വേറെ 1-2 അടുത്ത് പോകാനുണ്ട്. വേറോടെ എനിക്ക് എന്റേതായ ഫ്രീഡം ഇല്ലെങ്കിലേ. അത് കല്യാണം വരെ, അതുവരെ മാത്രം. അത് കഴിയുമ്പോഴേ നിന്റെ വേറെ 1-2 അടുത്ത് പോക്കുള്ളതേ അത് ഞാനങ്ങ് നിർത്തിക്കുക കേട്ടാ. നീ വാടി മോളെ. കാവേരി, കാവേരി, എനിക്ക് ചിലത് പറയാനുണ്ട്. എന്താണ് നിനക്ക് പറയാനുള്ളത്? അരവിന്ദനമ്മാവ് വാങ്ങിയ തോട്ടം നിന്റെ ജയവാനങ്ങളിൽ വിട്ടു തരണമെന്നോ? അത് നിനക്ക് ശ്രീധരനായിട്ട് കിട്ടാനുള്ളതാണെന്നോ? വിനീത്, ഞാൻ പോടാ. ഇവിടെ വെച്ചൊരു പ്രശ്നം ഉണ്ടായില്ലേ, പിടിച്ചു മാറ്റാൻ പോലീസുകാരുണ്ടാവില്ല. കൈവച്ചാലങ്ങ് കൊണ്ടുപോകും വിനീത്. വിനീതേട്ടാ, കാവേരി, നിവിൻ, എന്തിനാണ് നീ ഇങ്ങനെ എല്ലാം ഉള്ളിലൊതുക്കി വീർപ്പ് മുട്ടുന്നത്? അവൾക്ക് വേണ്ടിയുള്ള സൗകര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുകയും ചെയ്യും, എന്നിട്ട് നീ സ്വയം കുറ്റക്കാരനായി മാറുകയും ചെയ്യും. നിനക്കെല്ലാം ഒന്ന് തുറന്നു പറഞ്ഞൂടെ? അവളെ നിന്റെ ജീവന്റെ ജീവനാണെന്നുള്ള കാര്യം അടക്കം. അല്ലെങ്കിൽ ഞാൻ പറയട്ടെ, നിനക്ക് വേണ്ടി ഞാൻ ഇടപെടാം. വേണ്ട ചാരു, നിലയുടെ ഓപ്പറേഷനും മറ്റു പ്രശ്നമായിട്ട് ആകെ താറുമാറായിട്ട് കിടക്കുക കാവേരിയുടെ മനസ്സ്. അച്ഛന്റെ വിയർപ്പും ചോരയൊക്കെ തന്റെ അനിയത്തിയുടെ ജീവനെ പോലും ഉപകരിച്ചില്ലോ എന്നുള്ള വിഷമോ. കാവേരിക്ക് ആ തോട്ടം തിരികെ വാങ്ങിച്ചു കൊടുക്കാൻ സഹായിച്ചാൽ മാത്രം മതി ചാരു നീ. ബാക്കിയെല്ലാം ഞാൻ സാവകാശം കാവേരിയോട് പറഞ്ഞോളാം.
അതുവരെ ഈ പ്രേമം എൻ്റെ ഉള്ളിൽ തന്നെ ഇരുന്നൂടെ? അളിയ നിന്റെ എക്സ് ദേ ഇവിടെ. ഇത് കറക്റ്റ് ആണോ? ആ, ഞാൻ 2-3 ബുക്സ് ഒക്കെ റെഫർ ചെയ്തതാ. എടാ ഒന്ന് ചുമ്മാരിടാ. അതെന്താടാ എക്സ് അല്ലേ? ആ പേരിന് പോലുള്ള ക്വാളിഫിക്കേഷൻ അവൾക്കില്ല. പിന്നെന്താടാ നീ അവൾക്ക് മാത്രം കാർഡ് കൊടുക്കാത്തത്? അതൊക്കെ ഞാൻ വിട്ടുപോയതാ. ഓ നീ വന്നേ. വാടാ. ഇങ്ങനെ ചെയ്താൽ മതിയല്ലേ? ഹായ് അദീന. ഹായ്. പിന്നെ എൻ്റെ ചേച്ചിയുടെ കല്യാണമാണ്. കാർഡ്. പിന്നെ ഫാമിലി ആയിട്ട് വരണം കേട്ടോ. ഇത് സ്വപ്നയ്ക്ക്. വീട്ടുകാരെ കൂട്ടാൻ മറക്കല്ലേ. ആവണി, ആവണിയോട് ഇനി പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പോ കല്യാണ തീയതി 29. സ്ഥലം ഈ കാർഡിലുണ്ട്. പിന്നെ ഫാമിലിയായി റിസപ്ഷനൊക്കെ പങ്കെടുത്തിട്ടേ പോവാവൂ. അർഹതപ്പെട്ടവരെയൊക്കെ ക്ഷണിക്കുന്നുണ്ട്. കല്യാണത്തിന് വരുമ്പോഴേ ഈ കാർഡ് കൂടെ കൊണ്ടുവരണേ. ആവശ്യമില്ലാത്തവർ വന്ന് തള്ളിക്കയറാതിരിക്കാൻ വേണ്ടി ഒരു സ്ക്രീനിങ് ഉണ്ടായിരിക്കും. അഗതികൾക്കും അനാഥർക്കൊക്കെ ഉള്ളത് വൈകിട്ടുണ്ടായിരിക്കും. കാർഡ് കിട്ടാത്തവർക്കും ആ കൂട്ടത്തിൽ വന്ന് ഉണ്ടിട്ട് പോവാം. അളിയാ പാടാ. പോട്ടെ. മറക്കാതെ കല്യാണത്തിന് പറഞ്ഞേ, ഞാൻ വിളിക്കാം. അപ്പോൾ ശരി അളിയ. അവൻ പകരം വീട്ടിയതാ, അതുകൊണ്ടാ നിന്നെ ഇൻവൈറ്റ് ചെയ്യാത്ത. ഇവിടെ പ്യൂൺ മുതൽ പ്രിൻസിപ്പാൾ വരെയുള്ള എല്ലാ സ്റ്റാഫിനെയും അവന്റെ അച്ഛൻ നേരിട്ട് വന്ന് ക്ഷണിച്ചു. ആർക്ക് വേണോടെ അവന്റെ സദ്യയും ക്ഷണമൊക്കെ? അവനും അവന്റെ അച്ഛനും കൂടി ഇരുന്ന് മൊത്തം വെട്ടി തിന്നോട്ടെ. പിന്നെ അവന്റെ ചേച്ചിയുടെ കാര്യം, അവളാണെങ്കിലേ ഹൊറിബ്ലാ. അവളെ കെട്ടാൻ വരുന്നത് ഏത് വായി നോക്കിയാണെങ്കിലും അവന്റെ കാര്യം പോക്കാം. യമുന, എന്താ? നീ കാർഡൊന്ന് നോക്കിയേ. ഒന്ന് പൊടി. ഒന്ന് നോക്കടി. എന്താടി കാണുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലടി. അയാള് നിന്നെ പറ്റിച്ചോടി. ഹലോ. ഹലോ നിവിനേട്ടാ. എന്താ മുന? എനിക്കിപ്പോ ഒന്ന് കാണണം. എന്താ? വിശാൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയോ? ഇല്ല. പിന്നെ നിളയ്ക്ക് എന്തെങ്കിലും കുഴപ്പം? അതൊന്നും അല്ല. എനിക്കിപ്പോ കണ്ടേ പറ്റൂ. വരാൻ പറ്റുമോ? യമുനിപ്പോ എവിടെ ഉണ്ട്? ഞാൻ കോളേജിലാ. വരുമ്പോ വിളിച്ചാ മതി, ഞാൻ പുറത്തോട്ട് വരാം. ശരി, ഞാനിപ്പോ വരാം.
ഡേ എന്തു പറഞ്ഞു? ഇപ്പൊ വരും, നേരിട്ട് ചോദിക്കാലോ. എനിക്ക് ഉറപ്പാ നിവിനേട്ടൻ എന്നെ ചതിക്കില്ല. പറയാൻ പറ്റില്ലടി. വിശാലിന്റെ കാര്യത്തിൽ ഇങ്ങനെയൊക്കെ തന്നെയല്ലേ സംഭവിച്ചേ? അവരൊരേ ചോരയല്ലേ? ഇതെന്താന്ന് സമാധാനം പറയും. യമുന ഇത്രയ്ക്കും ദേഷ്യപ്പെടണമെങ്കിൽ ഞാനും കാവേരി ഒന്നിക്കണമെന്ന് അത്രയ്ക്ക് ആഗ്രഹിക്കുന്നുണ്ടാവും. പാവം. മറുപടി ഒന്നും പറയാനില്ലേ? ഈ കല്യാണം നടക്കാൻ പോകുന്നില്ല യമുന. നടക്കാൻ പോകുന്നില്ലെന്നോ? നടക്കാത്ത കല്യാണത്തിലാണോ കാർഡടിച്ച് നാട് നീളെ ക്ഷണിക്കുന്നത്? രാഗിണിയെ കല്യാണം കഴിക്കാൻ പറ്റില്ലെന്ന് ഞാൻ പലവട്ടം പറഞ്ഞതാ. ഇതിപ്പോ അച്ഛൻ്റെ അമ്മയുടെ നിർബന്ധം. വീട്ടിൽ സ്ട്രോങ് ആയിട്ട് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കാൻ ഞാൻ. ഇതിനപ്പുറം എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. എന്താ ചെയ്യേണ്ടെന്ന് അറിയില്ല എന്ന് പറഞ്ഞ അച്ഛനമ്മമാരുടെ നിർബന്ധം കൂടിയാ രാഗിണി കല്യാണം കഴിക്കോ? ഒരിക്കലുമില്ല. ഒരു പേടിയും വേണ്ട. ഈ അച്ഛൻ്റെ അമ്മയുടെ ഒരു ഇമോഷണൽ ഡ്രാമ എനിക്കൊന്ന് മറികടക്കണം, അത്രേ ഉള്ളൂ. അപ്പോ ഈ കല്യാണം നടക്കില്ലല്ലോ അല്ലേ? ഇല്ലേ അമ്മനെ, ധൈര്യമായിട്ടിരിക്കേ. ഇപ്പൊ പേടി മാറിയോ? ആഗ്രഹിച്ച് കൈവിടുമ്പോഴുള്ള സങ്കടം ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. ആർക്കും അതുണ്ടാവരുത്. സ്വന്തം ചേച്ചിയോട് എന്ത് സ്നേഹമായി കുട്ടിക്ക്. അതുകൊണ്ടാ ഒരു നിമിഷത്തേക്ക് ഞാൻ സംശയിച്ചു പോയത്. നിവിനേട്ടനെ വിശ്വാസമില്ലാഞ്ഞിട്ടൊന്നും അല്ല. സോറി നിവിനേട്ട. ഇറ്റ്സ് ഓക്കെ. ആ, ക്ലാസ് കഴിഞ്ഞാണോ? ഞാൻ കൊണ്ടുപോയി വിടണോ? വേണ്ട. എന്നാ പിന്നെ ഞാൻ പൊക്കോട്ടെ. ധൈര്യമായിട്ടിരിക്കെ. ഈ കല്യാണം നടക്കില്ല, ഞാനാ പറയുന്ന. എന്താടി? നിന്നെ ആരാടി ഇപ്പൊ ഇങ്ങോട്ട് ക്ഷണിച്ചേ? അതിന് നീ എന്തിനെങ്ങനെ ദേഷ്യപ്പെടുന്നേ? നീ വന്നതുകൊണ്ടാ, അല്ലെങ്കിൽ നിവിനേട്ടൻ ഇപ്പോഴും ഇവിടുന്ന് പോവില്ല. കാരെന്താണെന്ന് അറിയാനുള്ള ടെൻഷനിലായിരുന്നു ഞാൻ. ഒന്നും പേടിക്കാനില്ല. വിശാലിന്റെ ചേച്ചിയൊന്നും നിവിനേട്ടൻ കല്യാണം കഴിക്കാൻ പോകുന്നില്ല. ഒന്നും പേടിക്കാനില്ല. വിശാലിന്റെ ചേച്ചിയൊന്നും നിവിനേട്ടൻ കല്യാണം കഴിക്കാൻ പോകുന്നില്ല. ഇത് നിവിനേട്ടൻ പറഞ്ഞതാ? നീ അത് വിശ്വസിച്ചോ? പിന്നെ ആരെ വിശ്വസിക്കണം? നിന്നെയോ? നീ എന്തൊക്കെയാ പറഞ്ഞത്? നിവിനേട്ടൻ തേപ്പാണെന്നും എന്നെ കാണാൻ വരാൻ പോലും സാധ്യതയില്ലെന്നും. സോറിഡി, ഞാൻ അങ്ങനെയാ കരുതിയത്. എന്നാലേ ഇനിയെങ്കിലും മനസ്സിലാക്കിക്കും. എല്ലാ ആണുങ്ങളെയും പോലെ അല്ല നിവിനേട്ടൻ. ഒരിക്കലും എന്നെ ചതിക്കില്ല. എന്നാലും കാർഡ് വരെ അടിച്ച ശേഷം എങ്ങനെ കല്യാണം മാറിപ്പോവാനാ? അതിനൊക്കെ നിവിനേട്ടൻ എന്തെങ്കിലും വഴി കണ്ടിട്ടുണ്ടാവും. ഈ സദ്യ ആരും ഉണ്ണാൻ പോകുന്നില്ല മോളെ. ഇതിനി ഫ്രെയിം ചെയ്ത് സൂക്ഷിച്ചാൽ മതി. എന്നാൽ ഒരാണിന് വേണ്ടി എത്ര പെണ്ണുങ്ങളാടി? രാഗിണി, നീ, നിന്റെ കാവേരി ചേച്ചി. രാഗിണിയുടെ കാര്യം ഇപ്പൊ ക്ലിയർ ആയല്ലോ. പിന്നെ കാവേരി ചേച്ചിയുടെ കാര്യം, അത് വൺവേ അല്ലേ. നിവിനേട്ടൻ അറിഞ്ഞിട്ട് പോലുമില്ല. പാവം. എന്ത് പാവം? ഫ്രണ്ടിനെ ഫ്രണ്ടായിട്ട് കാണണം. കയറി പ്രേമിക്കാൻ ആരും പറഞ്ഞു? നിവിനേട്ടൻ ആ പ്രേമത്തിന്റെ കാര്യം അറിഞ്ഞിരുന്നെങ്കിലോ? അറിഞ്ഞിരുന്നെങ്കിലും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല.
നിവിനേട്ടനെ എന്നെ കല്യാണം കഴിക്കും. ഡി അപ്പൊ ചെലവുണ്ടേ? ചെലവേ ഒന്നല്ലടി, ഡബിളാ. നിവിനേട്ടൻ എന്നോടുള്ള വാക്ക് പാലിക്കുന്നതിനും പിന്നെ ആ രാഗിണിയായിട്ടുള്ള കല്യാണം മുടക്കുന്നതിനും. വലിയ അഭിമാനത്തില് ചേച്ചിയുടെ കല്യാണം വിളിച്ചോണ്ട് നടക്കല്ലേ ആ വിശാല്. അത് മുടങ്ങി കഴിഞ്ഞിട്ട് അവന്റെ മുഖം എനിക്കൊന്ന് കാണണം. നീ ചെലവ് എത്ര വേണേലും ചെയ്തോ, ഞാൻ റെഡിയാ. വാ. ഇന്ന് കടയിൽ പോകുന്നില്ലേ? ഒരു മൂടില്ല. ശരി. ശരി എന്നാ. ഗംഗ, എന്താ വിനീതേട്ടാ? അല്ലെങ്കിൽ വേണ്ട, ഒന്നുമില്ല. ശരി. ഗംഗ, ഒരു മിനിറ്റ്. അല്ല, നമ്മള് തിരുവനന്തപുരത്ത് പോകാൻ പ്ലാൻ ചെയ്തോ? പിന്നെ നിളമോളുടെ ഓപ്പറേഷൻ നടത്തണ്ടേ? അപ്പോ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് നമ്മൾ ഇങ്ങോട്ട് തിരിച്ചു വരുമല്ലോ അല്ലേ? എന്തിന്? എന്തിനാ? അല്ല, ഇവിടെ അല്ലേ ഗംഗ എല്ലാം ഉള്ളത്? ഇവിടെ എന്താ ഉള്ളത്? അപ്പോ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് നമ്മൾ ഇങ്ങോട്ട് തിരിച്ചു വരുമല്ലോ അല്ലേ? എന്തിന്? എന്തിനാ? അല്ല, ഇവിടെ അല്ലേ ഗംഗ എല്ലാം ഉള്ളത്? ഇവിടെ എന്താ ഉള്ളത്? അല്ല, നമുക്കൊരു വീടുണ്ട്, അതിന്റെ കാര്യം ഞാൻ ഉദ്ദേശിച്ചത്. അത് മാത്രമല്ല, വേറൊരു വീടും കൂടെ ഉണ്ട്, എന്റെ വീട്. പിന്നെ നമുക്കൊരു കടയുണ്ട്. എല്ലാം ഇവിടെ അല്ലേ ഉള്ളത്? തിരുവനന്തപുരത്ത് നമുക്ക് എന്താ ഉള്ളത്? ഒന്നുമില്ല. ഇതൊക്കെ ഇവിടെ ഉണ്ടായിട്ട് എന്താ വിനീതേട്ടാ കാര്യം? നമ്മുടെ സ്വന്തം നാടാ പുഷ്പവാടി. ഞാനും നീയൊക്കെ ജനിച്ച നാട്. അതിനിപ്പോ എന്താ? എല്ലാവരും അവര് ജനിച്ച നാട്ടിൽ തന്നെയാണോ ജീവിക്കുന്നത്? അല്ല, സിറ്റിയിലുള്ളവർ പോലും നാട് കാണാൻ ഇങ്ങോട്ടാ വരുന്നത്. ഗംഗേ, എത്ര തിരുവനന്തപുരംകാരാ പുഷ്പവാടി കാണാൻ ഇങ്ങോട്ട് വരുന്നത്? വിനീതേട്ടാ, അവരൊക്കെ ജോലിയുള്ളവരാ, കയ്യില് കാശുണ്ട്. സിറ്റി ലൈഫിന്റെ പ്രഷർ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് വരുന്നേ ഉള്ളൂ. അതുപോലെയാണോ നമ്മുടെ കാര്യം? നമ്മൾ എന്തിനാ ഗംഗ എങ്ങോട്ടെങ്കിലുമൊക്കെ പോകുന്നത്? നമുക്ക് വേണ്ടതല്ല ഇവിടെ ഇല്ലേ? വിഷപ്പുകയില്ലാത്ത കാറ്റ്, ജനൽ തുറന്നിട്ട മുറിയിലേക്ക് അടിച്ചു കയറുന്ന നല്ല തണുപ്പ്, ശാന്തമായ ഉറക്കം, ഇതെല്ലാം നമുക്ക് സ്വന്തമല്ലേ? എന്റെ വിനീതേട്ടാ, അതുകൊണ്ട് എന്താ ഉപകാരം? വേറൊരിടത്തും ആരും ശ്വസിക്കുകയും ഉറങ്ങുകയും ഒന്നും ചെയ്യുന്നില്ലേ? അച്ഛനുണ്ടായിരുന്നപ്പോ എല്ലാം ശരിയായിരുന്നു, ഈ കാറ്റും മഞ്ഞും മഴയും എല്ലാം. ഇപ്പം നമ്മുടെ അവസ്ഥ വേറെയാ. അവസ്ഥയൊക്കെ നമുക്ക് ശരിയാക്കാം ഗംഗേ. എങ്ങനെ ശരിയാക്കുന്നു? നിളയ്ക്കൊരു ഓപ്പറേഷൻ വന്നപ്പോ നമ്മൾ ആരാന്നും നമ്മുടെ അവസ്ഥ എന്താന്നും മനസ്സിലായില്ലേ? നമുക്കൊന്ന് ജീവിക്കാൻ ശ്രമിച്ചു നോക്കണ്ടേ വിനീതേട്ടാ? ഇതല്ലേ ഗംഗേ ജീവിതം? ഇതെന്ത് ജീവിതം വിനീതേട്ടാ? സത്യം പറഞ്ഞ പട്ടണത്തിലെ ജീവിതം എനിക്ക് പേടിയാ ഗംഗേ. കരിയും പുകയും വണ്ടിയുടെ ഹോണടിയും. ഒരു രാത്രി പോലും എനിക്ക് അവിടെ കിടന്നുറങ്ങാൻ പറ്റില്ല. പിന്നെ എങ്ങനെയാ ബാക്കി ജീവിതം മുഴുവൻ? നമുക്ക് നമ്മുടെ സ്വന്തം നാടല്ലേ? വിനീതേട്ടാ, ഒരാപത്തുണ്ടാവുമ്പോ നിലവിളിച്ച ഓടി വരാൻ ആളുണ്ടെങ്കിൽ, അത്യാവശ്യത്തിന് പണം കടം ചോദിച്ച 10 രൂപ കയ്യിലേക്ക് വെച്ച് തരാൻ ഒരു മനുഷ്യനുണ്ടെങ്കിൽ, അതിനെ നമുക്ക് സ്വന്തം നാടെന്ന് വിളിക്കാം. ഒരു നാട്ടില് ജനിച്ചു പോയെന്ന് കരുതി മാത്രം അവിടെ കിടന്ന് തല്ലും ചവിട്ടും മടിയും തൊഴിയും കൊള്ളണമെന്നില്ല. നമുക്ക് അംഗീകാരവും ആദരവും കിട്ടുന്നൊരു നാടുണ്ടെങ്കിൽ അത് തേടിപ്പോണം. ജീവിതം ഒന്നല്ലേ ഉള്ളു വിനീതേട്ടാ. കാവേരി എത്രയൊക്കെ ശ്രമിച്ചു, എന്നിട്ട് ഇപ്പോഴും ജയവും എല്ലാവരുടെയും സപ്പോർട്ടും ഒക്കെ കിട്ടുന്നത്
ജയപാലനാണല്ലോ. എന്നാലും ഗംഗയെ ഇനിയും വിനീതേട്ടന് ബുദ്ധിമുട്ടാണെങ്കിൽ വിനീതേട്ടൻ ഇവിടെ തന്നെ നിന്നാ മതി. അപ്പോ ഗംഗയും തിരുവനന്തപുരത്ത് പോകുന്നില്ല അല്ലേ? ഞാൻ പോവും. പുഷ്പവാടിയിൽ നല്ല കാറ്റടിക്കുന്നു, മഴ പെയ്യുന്നു എന്ന് പറഞ്ഞൊന്നും എനിക്ക് എന്റെ അനിയത്തിയുടെ ഓപ്പറേഷൻ നടത്താതിരിക്കാൻ പറ്റില്ല. വിനീതേട്ടൻ ഇവിടെ മഞ്ഞും മഴയും ഇതെല്ലാം കെട്ടിപ്പിടിച്ചോണ്ടിരുന്നു. അല്ല, നാളെ നിന്റെ കല്യാണമില്ലേ? അതുപോലെ അവരോടൊന്ന് പോവുക നാളെ. കൂടുതൽ പ്രശ്നമൊന്നും ഉണ്ടാക്കാതെ രണ്ടു കൂട്ടർക്കും പിരിയാം. അല്ല, ആര് പോകുന്നെന്ന്? അരവിന്ദേട്ടന്റെ കുടുംബം മുഴുവൻ. എന്റെ നിലയുടെ ഓപ്പറേഷന് വേണ്ടി പോലും ഇപ്പോ ആർക്കെങ്കിലും മുന്നിൽ കൈ നീട്ടേണ്ട അവസ്ഥയാണ്. അങ്ങനെ നിരാശപ്പെടാതടോ. എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ച് കഴിയുമ്പോ എന്തെങ്കിലുമൊക്കെ പൊട്ടും പൊടിയൊക്കെ അവശേഷിക്കില്ലേ?